ഹായ് എവരിബഡി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയലോഹി. ദ മാം ആൻഡ് മോമിലേക്ക് ഏവർക്കും സ്വാഗതം. പാഥേയം അത് വെറും ഒരു പൊതിച്ചോറല്ല, അച്ഛനമ്മമാരുടെ ഇലയിൽ പൊതിഞ്ഞ സ്നേഹത്തിൻ്റെ അടയാളമാണ്. വാത്സല്യത്തിൻ്റെ, സ്വാന്തനത്തിൻ്റെ കണ്ണികളാണ്. ഒരു ജീവിത പാഠം കൂടിയാണ് ഈ ഇലയിലെ പൊതിച്ചോറ്. ഒരു പഴയ കാലത്തേക്കുള്ള യാത്ര. ആ ഓർമ്മകൾ എന്നും ഒരു വഴിവിളക്കാണ്. പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ മണമുള്ള പൊതിച്ചോർന്ന് പറയാം. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തണലിൽ അത്ഭുതങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ എൻ്റെ ബാല്യകൗമാരത്തിൻ്റെ സാക്ഷിപത്രത്തിൻ്റെ ഒരു പകർപ്പ്. ഈയം പൂശിയ ചെമ്പ് കലത്തിൽ വേവിച്ച ചൂടുള്ള കുത്തിരിച്ചോറ് വാട്ടിയ പച്ച വാഴയിലയിൽ ഇട്ടിട്ട് കുറേ തേങ്ങയും ഉള്ളിയും മുളകും കനലിൽ ചുട്ടെടുത്തിട്ട് കല്ലുപ്പും അല്പം പുളിയും കൂടി ചേർത്ത് അമ്മിയിൽ നീട്ടി അരച്ച് കിട്ടിയ ആ ചുട്ട തേങ്ങാ ചമ്മന്തി. അതിനോട് ചേർന്ന് തന്നെ ഒരു തോരനും അല്ലെങ്കിൽ മെഴുക്കുവരട്ടി ഉണ്ടാവും. മെഴുക്കുവരട്ടി അധികം ചേനയാണെങ്കിൽ നെയ്യിലാണ് വേവിക്കുന്നത്, അത് മെഴുക്ക് പുരട്ടിയെടുക്കുന്നത്. കടുമാങ്ങ ഉണ്ടാവും, അല്ലെങ്കിൽ വടുകപ്പുളിയോ നാരങ്ങയോ എന്തെങ്കിലും ചേർത്തിട്ട് ഒരെണ്ണം ഉണ്ടാവും. പിന്നെ അമ്മയുടെ ഒരു സ്പെഷ്യലാണ്, അതായത് അല്പം ഉള്ളി അരിഞ്ഞ് അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങയും ചേർത്ത് മുട്ടയും ഉപ്പും പൊട്ടിച്ചൊഴിച്ചിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ദോശക്കലയിൽ ഉണ്ടാക്കിയെടുക്കുന്ന മുട്ട പൊരിച്ചത്. അതും കൂടെ ആ ഇലയിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. മത്സ്യമൊന്നും പണ്ടെന്ന് സ്കൂളിലൊന്നും കോളേജിലേക്കൊന്നും തന്നു വിടുമായിരുന്നില്ല. ഇന്ന് ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ ഇത് അറിയാതെ ഒരു പൊതിച്ചോറ് പാക്ക് ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന എൻ്റെ മനസ്സിലെ വികാരങ്ങളോ വേദനയോ സന്തോഷമോ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെയാണ്. അതിരിക്കട്ടെ, പണ്ടൊക്കെ ആണെങ്കിലോ നമ്മൾ എന്തെങ്കിലും രാവിലെ കറികളുണ്ടാക്കാൻ വേണ്ടി ഒരു കത്തിയെടുത്ത് തൊടിയിലേക്കാണ് ഓടുന്നത് അല്ലേ. അവിടെ പച്ചക്കറികളും മലക്കറികളും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് മുറിച്ചെടുത്തുകൊണ്ട് വരും. അവിടെ ചീര, വെണ്ടയ്ക്ക, പാവയ്ക്ക, പയറ്, ചേന, ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ് അല്ലേ. ഇന്ന് ഈ നെനകിഴങ്ങ് ഇവിടെ നിന്നും കാണാറില്ല. ഇപ്പോഴാണെങ്കിലോ ഭക്ഷണം ഉണ്ടാക്കിയെങ്കിൽ പറമ്പിലേക്ക് പോകുന്നതിന് പകരം ഒരു സഞ്ചി എടുത്തിട്ട് മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ കടകളിലേക്കാണ് പോകുന്നത്. അതുപോലെ അച്ഛനമ്മ പറയുമ്പം എന്താണ്, ഒരേ ഒരു മകളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അമ്മ പറയായിരുന്നു ഒന്നേ ഉള്ളെങ്കിൽ ഒലയ്ക്ക് കടിക്കണമെന്ന്. പക്ഷെ ഒലക്ക കൊണ്ടൊന്നും അടിച്ചില്ലെങ്കിൽ അച്ഛൻ എനിക്ക് വേണ്ടി മാത്രം ഒരു ചൂരൽ വടി ഉമ്മറത്തിൻ്റെ വാതുക്കൽ ആ പടിയിലെടുത്ത് വെക്കുമായിരുന്നു. എന്ത് തെറ്റ് കണ്ടാലും ഒറ്റ അടിയാണ്. അതിന് കൂടോ മേമ്പടിക്ക് അമ്മയുടെ വക തലയിലൊരു കിഴുക്കും. പക്ഷേ ഒന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അമ്മ പോയിട്ടൊരു ചായയും 2 മുട്ട പൊരിച്ചതും കൊണ്ടുവരും. എന്നിട്ട് തന്നിട്ട് പറയും, തിന്നു ആരോഗ്യം വരട്ടെ, അച്ഛൻ്റെ അടി കൊള്ളാനെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സ്നേഹമുള്ള അടിയാന്ന് ഒരു പക്ഷേ എന്നെ ഞാനാക്കി മാറ്റിയിട്ടുണ്ടാവുക. ഇന്ന് പ്രിൻസിപ്പലിൻ്റെ കസേരയിൽ അവിടെ സൈഡിലെ മേശയിലിരുന്നിട്ട് പൊതിച്ചോറ് തുറന്നിട്ട് കഴിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ താളത്തിൽ ഒരിക്കൽ കൂടി ഭക്ഷണത്തിനായി പൊതി തുറക്കുമ്പോൾ ഇലയുടെയും കറികളുടെയും ഗന്ധത്തിനൊപ്പം എനിക്കൊന്നും അച്ഛൻ്റെയും അമ്മയുടെയും ഗന്ധം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവരുടെ കയ്യുടെ ചൂട് എൻ്റെ ചുമൽ അറിയുന്ന ഒരു സംശയം, ഒരു താരാട്ട് കേൾക്കുന്നുണ്ടോ എന്ന്. എന്നിട്ടൊരു ചോദ്യമോ, മക്കളെ കൊള്ളാമോ പൊതിച്ചോറെന്ന്. അച്ഛനും അമ്മയും വെക്കുന്ന അത്രയും അമ്മ വെക്കും, അച്ഛൻ പാക്ക് ചെയ്യുമായിരുന്നു. അത്രയും ടേസ്റ്റ് ഇല്ല എന്ന് എനിക്കറിയാം അല്ലേ. അച്ഛനും അമ്മയും എൻ്റെ ജീവിതത്തിലില്ല. പക്ഷെ അവർ പകർന്നു വന്ന ജീവിത മൂല്യങ്ങൾ, ജീവിത പാഠങ്ങൾ എന്നെ ഞാനാക്കി. ഈ ലോകത്ത് ജീവിക്കാൻ അവർ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതിന് ഒരിക്കൽ കൂടി ഞാൻ അവരെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കട്ടെ.